morning, my dear students. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ വിശകലനം ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് അതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി 1950 to 1990 എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് പറയേണ്ടതുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഇന്ത്യൻ എക്കോണമിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിലുണ്ടായ സിറ്റുവേഷൻസൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് ആ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്കറിയാം, അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. ഫോറിൻ ട്രേഡ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വലിയൊരു സർപ്ലസ് ഉണ്ടായില്ല. സർപ്ലസ് ഉണ്ടായെങ്കിൽ തന്നെ അത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നു, വാർ പർപ്പസിന് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്, ലിറ്ററസി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇൻഫോർമേറ്ററി റേറ്റ് കൂടുതലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയെക്കുറിച്ചും ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഇന്ത്യൻ എക്കോണമി സ്റ്റാഗ്നൻറ്റും അണ്ടർ ഡെവലപ്ഡും ആയിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 2 നൂറ്റാണ്ടോളം അല്ലേ, 2 centuries എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവർ ഭരണം നടത്തിയിരുന്നു. ആ ഭരണം നടത്തിയിട്ട് ഇന്ത്യൻ എക്കോണമി സ്റ്റാഗ്നൻ്റായി. ദെൻ 1947 അല്ലേ, ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ എക്കോണമി ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോൾ അതിനെങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ നാഷണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സൈഡ് ഒന്ന് പറയാം. ഇൻട്രൊഡക്ഷനിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കോണമി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു, സ്റ്റാഗ്നൻറ്റും അതേപോലെ അണ്ടർ ഡെവലപ്ഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ എന്താണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കണം. എക്കണോമിക് സിസ്റ്റം റെഫേഴ്സ് ടു ആൻ അറേഞ്ച്മെൻറ്റ് ബൈ വിച്ച് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി ആർ സോൾവ്ഡ്. നമ്മുടെ ഒരു എക്കോണമി നേരിടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രശ്നങ്ങളുണ്ട്. നിങ്ങളത് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻ തരാം. The central problems of economy classified into 3 categories, that is what to produce, how to produce, for whom to produce. ഈ 3 പ്രശ്നങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നു, എങ്ങനെ ഇഫക്റ്റീവായിട്ട് അത് സോൾവ് ചെയ്യുന്നു എന്നതാണ് അല്ലെങ്കിൽ എന്നതിന് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് നോക്കാം. ദെൻ പ്രധാനമായിട്ടുള്ള വേൾഡിൽ അന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന 3 എക്കണോമിക് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. ചെറിയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പഠിച്ച ഒരു മേഖലയാണിത്. ആനിസം ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റലിസം. ഇതിൽ ക്യാപിറ്റലിസത്തിൽ ഇമ്പോർട്ടൻസ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവും ഒക്കെയാണ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമിയുടെ ആ പ്രോബ്ലം അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെയാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, വാട്ട് ഈസ് എ പ്രൈസ് മെക്കാനിസം? പ്രൈസ് മെക്കാനിസം, ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിസ്റ്റം ദാറ്റ് അറ്റൈൻ ഡ്യൂ ടു ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡും സപ്ലൈയുടെയും ഫോഴ്സസ് മൂലമാണ് എന്ത് അറ്റൈൻ ചെയ്യുന്നത്, പ്രൈസ് മെക്കാനിസം അറ്റൈൻ ചെയ്യുന്നത്. ഈ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്
ക്യാപിറ്റലിസത്തിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് പരിഹരിക്കുന്നത്? നിങ്ങൾക്കറിയാം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രോബ്ലം ക്യാപിറ്റലിസത്തിൽ സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. ആ പ്രൈസ് മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു. പ്രൈസ് മെക്കാനിസം അറ്റൈൻ ഡ്യൂ ടു ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പ്രോഫിറ്റ് മോട്ടീവാണ്, ദെൻ എന്താണ് കൺസ്യൂമർ സോവറിറ്റി ഒക്കെയാണ് ഇതിലെ പ്രത്യേകതകൾ. അതിന് അടുത്തത് വരുന്നത് സോഷ്യലിസം, സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് all the means of production under the control of the government. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഉൽപ്പാദനവും വിതരണവും എല്ലാതും ആരുടെ കൺട്രോളിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ഇവരുടെ ലക്ഷ്യം വെൽഫെയർ ആണ്. ക്യാപിറ്റലിസത്തിൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് മോട്ടീവാണ് എന്നുണ്ടെങ്കിൽ സോഷ്യലിസത്തിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ് സോഷ്യലിസത്തിൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആൻഡ് ഇസം ബേസ്ഡ് ഓൺ സൊസൈറ്റിയോട് സൊസൈറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏതിൽ വരുന്നത്? സോഷ്യലിസത്തിൽ വരുന്നത്. അപ്പോൾ സോഷ്യലിസത്തിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് ആര് പരിഹരിക്കുന്നു? ഗവൺമെൻറ് അല്ലേ? അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രോബ്ലം സോഷ്യലിസത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ്ങിലൂടെ അത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യും. ദെൻ മൂന്നാമതൊരു എക്കണോമിക് സിസ്റ്റം ഉണ്ട്, മിക്സഡ് എക്കോണമി സിസ്റ്റം. ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങളുണ്ട്, അതിൻ്റെ ദോഷവശങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള സൈഡുകളുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള സൈഡുകളിൽ ഒഴിവാക്കിക്കൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ നല്ല വശങ്ങളും സോഷ്യലിസത്തിൻ്റെ നല്ല വശങ്ങളും ചേർത്തുകൊണ്ട് എടുത്ത ഒരു എക്കണോമിക് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? മിക്സഡ് എക്കോണമി സിസ്റ്റം. ഇന്ത്യ ഗവൺമെൻറ് 1947 ഓഗസ്റ്റ് 15 അല്ലേ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ, സ്വതന്ത്രമായപ്പോൾ ഇതിൽ ഏത് സിസ്റ്റം നടപ്പിലാക്കണം എന്നുള്ള ഒരു ചർച്ചകൾ നടന്നു. ചർച്ചകളിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വേൾഡിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന സോഷ്യലിസത്തിന് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ സോഷ്യലിസത്തിന് പ്രസക്തി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേൾഡിൽ ഇന്ത്യൻ എക്കോണമിയുടെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് സോഷ്യലിസത്തിനോടൊരു ചായ്വുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയിൽ 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചു? മിക്സഡ് എക്കോണമി സിസ്റ്റം നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്താകമാനം സോഷ്യലിസത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൽപ്പിച്ചു. അതേപോലെ തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങളിലെല്ലാം 7 ഇയർ പ്ലാൻ നടപ്പിലാക്കിയിരുന്നു. ആ 7 ഇയർ പ്ലാനൊക്കെ കണ്ടിട്ട് ഇന്ത്യക്ക് അത്തരത്തിലുള്ളൊരു പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ രൂപം റഷ്യയിൽ 7 ഇയർ പ്ലാൻ ആയിരുന്നു. ആ 7 ഇയർ പ്ലാനിൻ്റെ അതേപോലുള്ളൊരു ചെറിയൊരു പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിതമായി. ആരുടെ നേതൃത്വത്തിൽ? ചെയർമാനായിട്ടുള്ള അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ എന്താണ് പ്ലാനിംഗ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനൊരു തിയറി പറയുന്നത് പ്ലാൻ ഈസ് എ ഡോക്യുമെൻറ്റ് ഷോയിങ് ഡീറ്റെയിൽഡ് സ്കീം, പ്രോഗ്രാം ആൻഡ് സ്ട്രാറ്റജി വർക്ക്ഡ് ഔട്ട് ഇൻ അഡ്വാൻസ് ഫോർ ഫുൾഫില്ലിംഗ് ആൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒരു ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്
നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ പ്ലാനിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സെർട്ടൈൻ ഗോളും ടാർഗറ്റൊക്കെ നേടിയെടുക്കാൻ വേണ്ടി. അതിനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് 2 തരത്തിലുണ്ട്. ഷോർട്ട് ടേം പ്ലാനും ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്. ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേര് വരുന്നുണ്ട്, പേഴ്സ്പെക്റ്റീവ് പ്ലാൻ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. ആ ലോങ് ടേം പ്ലാനുകളുടെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം 20 വർഷത്തോളമൊക്കെയാണ്. അപ്പോൾ ഷോർട്ട് ടേം പ്ലാനിന് കാലഘട്ടം വളരെ കുറവായിരിക്കും, ലോങ് ടേമിന് എന്താണ് അതിൻ്റെ കാലഘട്ടം കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ലോങ് ടേം വേണോ, ഇപ്പോൾ ലോങ് ടേം വേണോ അതോ ഷോർട്ട് ടേം വേണോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടന്നപ്പോൾ റഷ്യയിൽ 7 ഇയർ പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് ഇന്ത്യയിൽ അങ്ങനെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുകയും ഇന്ത്യയിൽ 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആരംഭിക്കുകയും ചെയ്തു. 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്ലാനിങ്ങിൽ 2 തരത്തിലുണ്ട്, ഷോർട്ട് ടേം പ്ലാനുണ്ട്, ലോങ് ടേം പ്ലാനുണ്ട്. ലോങ് ടേം പ്ലാനിനെ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാനിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആണ്. ആ 20 ഇയേഴ്സിനെ നമ്മൾ ആ പ്ലാനിനെ മറ്റൊരു പേര് വിളിക്കുന്നു പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഇനി നമ്മൾ ഓരോ പ്ലാനും നടപ്പിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പ്ലാനും നടപ്പിലാക്കുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ത്യയുടെ 5 ഇയർ പ്ലാനിന് പ്രധാനമായിട്ടും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഓരോന്ന് ഞാൻ പറയാം. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. 4 കാര്യങ്ങളാണുള്ളത്. ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്, രണ്ടാമത് മോഡേണൈസേഷൻ, ദെൻ മൂന്നാമത് സെൽഫ് റിലയൻസ് അല്ലേ, ഒന്ന് ഗ്രോത്ത്, രണ്ടാമത് മോഡേണൈസേഷൻ, മൂന്നാമത് വരുന്നത് സെൽഫ് റിലയൻസ്, നാലാമത് വരുന്നത് ഇക്വിറ്റി. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത്, സാധാരണ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? മലയാള അർത്ഥം വളർച്ച എന്നതാണ്. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങളുടെ ശരീരം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയതാവുമ്പോൾ, നിങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ ശരീരങ്ങൾ കയ്യും കാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, വലുതാവും. അത് വളർച്ചയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ എന്ന് പറയുന്ന മാപ്പിൻ്റെ കയ്യും കാലൊക്കെ നീളുന്നതാണോ? അല്ല, അല്ലേ? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ GDPയിലോ പെർ ക്യാപിറ്റ ഇൻകത്തിലോ ഉണ്ടാകുന്ന വർധനവിനെ എന്തെന്ന് വിളിക്കുന്നു? എക്കണോമിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ സ്റ്റഡി ഇൻക്രീസ് ഇൻ GDP, ക്യാപിറ്റൽ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ബാങ്കിങ് സർവീസ്. ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽ GDPയിലും അല്ലേ, GDP ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. GDP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഡ്യൂറിങ് എ 1 ഇയർ ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ പണത്തിലുള്ള മൂല്യം, ആ GDP ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ എക്കണോമിക് ഗ്രോത്ത് ആണ് 5 ഇയർ പ്ലാനിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ. മോഡേൺ വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? മോഡേൺ ടെക്നോളജീസ്, മോഡേൺ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ പഴയ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന സിസ്റ്റങ്ങളെയും ആചാരങ്ങളെയും മാറ്റിക്കൊണ്ട് പുതിയ ടെക്നോളജി, പുതിയ ആചാരങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരിക എന്നതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഇന്നും പല മേഖലകളിലും എന്താ ചൈൽഡ് മാരേജും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സതി എന്ന് പറയുന്ന പ്രോഗ്രാം. സതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ ചിതയിൽ അല്ലേ തള്ളിയിട്ട് കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ്. അത് പണ്ട് കാലത്തെ ഒരു ദുരാചാരമായിരുന്നു. ഇത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം പാടെ മാറ്റിക്കൊണ്ട് ഇന്ത്യൻ എക്കോണമിയിൽ ഒരു മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാട്, പഴയ അഗ്രികൾച്ചർ മേഖലയിൽ
പണ്ടുണ്ടായിരുന്ന പഴയ സിസ്റ്റങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയ ന്യൂ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ടെക്നോളജികൾ കൊണ്ടുവരിക, നമ്മുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സോഷ്യലി നമ്മുടെ ഔട്ട്ലുക്ക് മൊത്തം മാറ്റുക എന്നതാണ് മോഡേണൈസേഷൻ കൊണ്ടുള്ള എൻ്റെ മീനിങ്. ഇപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, മോഡേൺ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരിക, പഴയ ആചാരങ്ങളെയും അനാചാരങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ടെക്നോളജികളും പുതിയ ഇന്നോവേഷൻസൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവരിക എന്നതാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം. അപ്പോൾ മോഡേണായിട്ട് ഇന്ത്യൻ എക്കോണമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാനിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇന്ത്യൻ എക്കോണമി നമ്മൾ മറ്റ് പല രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകളെയും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നു. ഇപ്പോൾ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തമാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എക്കണോമിക്കലി നമ്മൾ ഏത് പ്രോഡക്റ്റാണോ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത്, ആ ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരിക. അതിനൊറ്റ ടേം പറയും, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇവിടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെൽഫ് റിലയൻസിൻ്റെ ഒരു ഭാഗമാണ്. സ്വയം പര്യാപ്തമാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കണം. റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസി റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് എന്ന് പറയും. നമുക്കിവിടെ നോക്കാം, ഇവിടെ യൂസസ് ഓഫ് ഡൊമസ്റ്റിക് റിസോഴ്സസ്, അവോയ്ഡ് ദ ഫോറിൻ ഇൻ്റർഫിയറൻസ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ കുറയ്ക്കുക എന്നതാണ് ഏതെന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്. ദെൻ ഇക്വിറ്റി എന്ന് പറഞ്ഞതിൻ്റെ മലയാള വാക്കിനർത്ഥം സമത്വം എന്നതാണ്. അപ്പോൾ 5 ഇയർ പ്ലാനിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഇൻജസ്റ്റിസസും അല്ലേ, ഇന്നിക്വാലിറ്റിയും, സൊസൈറ്റിയിലൊക്കെ ഇന്നിക്വാലിറ്റി ഉണ്ട്. എന്താ ഇന്നിക്വാലിറ്റി അല്ലേ? ഇൻകം ഇന്നിക്വാലിറ്റി, ജാതിപരമായിട്ട്, വർഗപരമായിട്ട്, അല്ലെങ്കിൽ വരുമാനപരമായിട്ട് ഒക്കെ എന്താണ് അന്തരങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം, ചില വീട്ടുകാർ വളരെ പണക്കാർ, വലിയ വീടുകൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, കാറ്, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വസ്തുക്കൾ കിട്ടാത്ത അല്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊന്നും ഇല്ലാത്ത എത്രയോ വീടുകൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ എന്തുണ്ട്? ഇന്നിക്വാലിറ്റി ഉണ്ട്. ഇന്നിക്വാലിറ്റി ഇൻ ദ ബേസ്ഡ് ഓൺ ഇൻകം ഉണ്ട്, ഇന്നിക്വാലിറ്റി ഇൻ ദ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തരംതിരിവ് മാറ്റിയിട്ട് എല്ലാവരെയും തുല്യരാക്കുക എന്നതാണ് 5 ഇയർ പ്ലാനിൻ്റെ മറ്റൊരു ലക്ഷ്യം. 5 ഇയർ പ്ലാനിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഈക്വലിലേക്കാക്കുക, തുല്യരാക്കുക. നമുക്ക് പ്രൊമോട്ട് ദ സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ റൈറ്റ്സ് ടു റിച്ച് ആൻഡ് പുവർ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലേ. പലരുടെ കയ്യിലും, ചില ആൾക്കാരുടെ കയ്യിൽ വരുമാനം കൂടുതലുണ്ടായിരിക്കും, ഇൻകം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇൻകം കൂടുതലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ടാക്സിൻ്റെ രൂപത്തിൽ അത് പിരിച്ചെടുക്കുകയും അല്ലേ, കളക്ട് ചെയ്തെടുക്കുകയും, ആർക്കാണോ വരുമാനമില്ലാത്തത് അവർക്ക് എന്ത് ചെയ്യുക? പെൻഷനായിട്ടോ അല്ലെങ്കിൽ വിഡോ പെൻഷനായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളൊക്കെ ആയിട്ട് അവർക്ക് വിതരണം ചെയ്യുക. അപ്പോൾ എന്താവും? പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിലും പണങ്ങളെത്തും, പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വലിയ കുറവും സംഭവിക്കില്ല. സൊസൈറ്റിയിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യിക്കാൻ നമുക്ക് പറ്റും. ഇതെല്ലാം എന്തിൻ്റെ ലക്ഷ്യമാണ്? 5 ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യമാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ 1947 മുതൽ 1990 ആണ് ഈ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഹെഡ്ലൈൻ തന്നെയുള്ളത്.
അതിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ എന്ത് പ്ലാൻ നടപ്പിലാക്കണമെന്ന് ചർച്ച ചെയ്യുകയും ക്യാപിറ്റലിസം വേണോ സോഷ്യലിസം വേണോ മിക്സഡ് എക്കോണമി വേണോ എന്നുള്ള ചർച്ച നടക്കുകയും ഫൈനലി നമ്മൾ എന്ത് തീരുമാനിച്ചു, മിക്സഡ് എക്കോണമി സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയിൽ മിക്സഡ് എക്കോണമി സിസ്റ്റം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 അല്ലേ 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആരംഭിച്ചു. ദെൻ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നെ നമ്മൾ പ്ലാനിങ് എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. പ്ലാനിങ് ഷോർട്ട് ടേം പ്ലാനുണ്ട്, ലോങ് ടേം പ്ലാനുണ്ട്. ഷോർട്ട് ടേം പ്ലാന് ദെൻ ലോങ് ടേം പ്ലാനിന് പേഴ്സ്പെക്റ്റീവ് പ്ലാനുകൾ എന്ന് പറയുന്നു. പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ 5 ഇയർ പ്ലാനിൻ്റെ ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻ എന്നതാണ്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻ. അപ്പോൾ ഈ ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻ ആണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞത്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദി കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് ആൻഡ് നോൺ ഫുഡ് ക്രോപ്സ്. അപ്പോൾ സാധനം അല്ലേ ഫുഡ് ക്രോപ്സും നോൺ ഫുഡ് ക്രോപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയെയും എന്തെന്ന് വിളിക്കുന്നു? അഗ്രികൾച്ചർ സെക്ടറിലാണ് അതൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിക്ക് അഗ്രികൾച്ചറിൻ്റെ പ്രാധാന്യം എന്ത്? പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കോൺട്രിബ്യൂഷൻ ടു GDP. നമ്മുടെ GDPയിലേക്ക് ഒരു ഏകദേശം 70% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറായിരുന്നു പണ്ടത്തെ കാലത്ത്. GDPയിലേക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? ഏകദേശം 70%, 70% വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? 1950 അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു. ദെൻ സപ്ലൈ ഓഫ് വേജ് ഗുഡ്സ് അല്ലേ, അതിലെ വർക്കേഴ്സിന് ഇവർക്കൊക്കെ എന്താണ് ഒരു വേജ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു, തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്. അഗ്രികൾച്ചർ സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ടു ദ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് അല്ലേ, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉൾപ്പെടുന്ന ഭാഗം. ആ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉൾക്കൊള്ളുന്ന ഭാഗത്തിലേക്ക് എന്താണ് വസ്തുക്കൾ കൊടുക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു ദ ഡൊമസ്റ്റിക് ട്രേഡ്. നമ്മുടെ ഡൊമസ്റ്റിക് ട്രേഡിൽ ആഭ്യന്തര കച്ചവടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചർ സെക്ടറിൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വെൽത്ത് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിലും പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് ഇവിടുന്ന് അഗ്രികൾച്ചർ സെക്ടർ എന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഇന്ത്യൻ എക്കോണമി സ്റ്റാഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നൻ്റ് ആവാനുള്ള അല്ലെങ്കിൽ എന്തെല്ലാമായിരുന്നു ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ ലോ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഒരു പുതിയ ടേമാണ് അല്ലേ, നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ടേമാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലില്ലാത്ത അവസ്ഥ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും അഗ്രികൾച്ചർ സെക്ടറിൽ കാണപ്പെടുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിസ്റ്റമാണ് ഏതെന്ന് പറഞ്ഞത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു പാടത്തോ കൃഷി ചെയ്യുന്ന ആൾക്കാർ 100 പേരുണ്ടെന്ന് വിചാരിക്കുക. അവരൊരു 100 പറ നെല്ല് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ അതിൽ നിന്ന് ഒരു 25 പേരെ മാറ്റി, ആകെ 100 പേര് ജോലി ചെയ്യുന്നു. ആ 100 പേര് ജോലി ചെയ്യുന്നതിൽ നിന്ന് 25 പേരെ മാറ്റി ആദ്യം 100 പേര് ജോലി ചെയ്യുമ്പോൾ എത്ര പറ നെല്ല് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു? 100 പറ നെല്ല് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നാൽ 25 പേരെ മാറ്റിയെങ്കിലും 100 പറ നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ കുറവും വന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 25 പേർക്ക് അവിടെ ജോലിക്ക് പോയെങ്കിലും അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താണ്? 0 ആണ്. അങ്ങനെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആകുമ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിന് എന്തെന്ന് വിളിക്കുന്നു? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഫീച്ചേഴ്സിൽ ലോ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദെൻ തന്നെ ഹൈ ഡിപ്പെൻഡൻസി റെയിൻഫോൾ അല്ലേ,
മഴയെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമായിരുന്നു ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ പിന്നുണ്ടായിരുന്നത്. ദെൻ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്നന്ന് ആവശ്യങ്ങൾക്ക് വീടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിത കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതി മാത്രമായിരുന്നു. എന്നാൽ അതൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ അതൊരു വരുമാന മാർഗമാക്കുന്ന രീതിയിലുള്ള ഒരു അഗ്രികൾച്ചറൊന്നും ആയിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലുണ്ടായിരുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ഒക്കെ ആയിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു ടെക്നോളജി ഒന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ദെൻ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ടെനൻസ് ആൻഡ് ദ ലാൻഡ് ലോഡ്സ്, അല്ലേ? ഭൂപ്രഭുക്കന്മാരും ലാൻഡ് ലോഡുകളും അതേപോലെ തന്നെ കർഷകരും അവർ തമ്മിൽ ഒരു എപ്പോഴും തർക്കങ്ങൾ നിലനിന്നിരുന്നതായിരുന്നു ഇന്ത്യൻ എക്കോണമിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം കഴിഞ്ഞ സമയത്തും ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചറിൻ്റെ അവസ്ഥ. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.